ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നെൻ്റെ ഒരു പ്രതിഷേധ ഗാനമുണ്ട്. പ്രതിഷേധ ഗാനം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടത്, തൂങ്ങി മരിച്ചത്, ഷിംജിത എന്ന് പറയുന്ന ഒരു താടക ചെയ്ത ഒരു കാര്യം കൊണ്ട് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട്, സാമൂഹ്യ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട്, ഒരു മനുഷ്യാവകാശ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതികരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ പ്രതികരിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായി പോവാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രതിഷേധം ഞാനൊരു കവിത എഴുതിക്കൊണ്ട് ഞാൻ ആ കവിതയിലൂടെ എൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. ആ പാട്ട് അവൾ ഓർത്തു വെക്കേണ്ട ഒരു പാട്ടാണ്. ഒരു റീച്ചിനും ഒരു ലൈക്കിനും വേണ്ടി ഇന്നൊരു പെണ്ണൊരും വെട്ടിറങ്ങിടുന്നു. ഒരു റീച്ചിനും ഒരു ലൈക്കിനും വേണ്ടി ഇന്നൊരു പെണ്ണൊരും വെട്ടിറങ്ങിടുന്നു. ഒരു കുടുംബത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഒരു ഹതഭാഗ്യൻ അതിൽ പെടുന്നു. ഒരു കുടുംബത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഒരു ഹതഭാഗ്യൻ അതിൽ പെടുന്നു. അഭിമാനമടിയറ വെക്കാതെ ഇന്നവൻ ഒരു മുഴം കയറിൽ ഒടുങ്ങിടുന്നു. പെറ്റു വളർത്തിയ പെറ്റമ്മ വാവിട്ട് എണ്ണി പറഞ്ഞതൊരു നൊമ്പരമായി. കാലം മറക്കില്ല, മാപ്പു തരുകില്ല, താടകയോർത്തിടു കൊലയാളിനി. ഈ ഭൂവിൽ നിന്നു നീ പോയിടും മുന്നേ ശാപഫലമൊന്നു കണ്ടിടും നാം. ഈ ഭൂവിൽ നിന്നു നീ പോയിടും മുന്നേ ശാപഫലമൊന്നു കണ്ടിടും നാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എഴുതിയ വരികളാണ് അവൾക്ക് വേണ്ടി, അവൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം. പണ്ടൊക്കെ ഇത് അനുഭവിക്കാതൊന്നും പോരില്ല. കാരണം ലോകത്തെ ഈ ഒരു ഇൻസിഡൻ്റ് അറിഞ്ഞ ഒരു മനുഷ്യനും അവളെ ശപിക്കാതിരുന്നിട്ടില്ല. എല്ലാ മനുഷ്യരും അവളെ ശപിച്ചിട്ടുണ്ട്. ഈ ശാപം ഏൽക്കാതെ അവൾ ഈ ലോകത്തു നിന്ന് പോവില്ല. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം നമുക്ക്.